പാർട്ടിക്കാരെ പോലെ ഗുണ്ടകളെയും കൊണ്ടല്ല ഞാൻ നടക്കുന്നത്. രക്ഷാപ്രവർത്തകരും പൂച്ചട്ടിയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ അപ്പം മരിച്ച സ്ഥലത്തോട്ടാണ് ഞാൻ ചെല്ലണേ. എവിടെയും സഖാത്തികൾ അങ്ങനെ വന്ന് ഈ ലാൽസലാം വിളിക്കണേ ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഇവിടെ ഇട്ട് കുത്തുന്നുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് നിന്ന് എൻ്റെ കാലിലും ചവിട്ടി ഇവിടേക്ക് ഇട്ട് നല്ല കുത്തലും തന്നു. പക്ഷെ അവിടെ ചെന്ന് സ്റ്റുഡിയോയിൽ ഇതുപോലെ ഇരുന്നപ്പം ആഷ്മിയുടെ ഒരു പ്രീ പ്ലാൻഡ് ഇരുത്തലായിരുന്നു. CPM മുർദാബാദ് എന്ന് വിളിക്കുക, എനിക്കത് റൈറ്റ് ഇല്ലേ? CPM മുർദാബാദ് എന്ന് വിളിക്കുക. ഈ സഖാത്തികളെന്ന് ചവിട്ടി പിടിച്ചു. ഞാൻ എണീക്കരുതല്ലോ. രാത്രി 12 മണിക്കാണ് ഞാൻ കാണുന്നത് എൻ്റെ മകനെ അടിക്കുന്നതും എല്ലാം. നമസ്കാരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയതിൽ പ്രമുഖനായൊരു നേതാവാണ് സഖാവ് MM ലോറൻസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകൾ വലിയ വിവാദമായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ സഖാവ് MM ലോറൻസിൻ്റെ മകൾ ശ്രീമതി ആശ ലോറൻസ് ആണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. 5 വർഷത്തിന് ശേഷം മാധ്യമത്തിന് മുന്നിൽ വരികയാണ്. ഒരുപാട് പറയാനുണ്ടാവും. ആദ്യം നമുക്ക് അന്നത്തെ വിവാദത്തെക്കുറിച്ച് തുടങ്ങാം. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് പോകാം. അന്ന് വിവാദമുണ്ടായല്ലോ. അന്ന് അപ്പച്ചൻ്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാദമൊക്കെ ഉണ്ടായി. പക്ഷേ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകളാണെന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ വളരെ അപമാനിക്കുന്ന അല്ലെങ്കിൽ അസഭ്യം പറയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അന്ന് അപ്പച്ചനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്യുവാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയുന്നത് എൻ്റെ മകൻ ന്യൂസിൽ കണ്ടിട്ടാണ് എന്നെ വിളിച്ച് പറയുമ്പോഴാണ് അറിയണേ. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ P. രാജീവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചനെ കൊടുക്കില്ല, അയാളെ ആയിരിക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പക്ഷേ നടക്കില്ല എന്ന് തന്നെയാണ് ഓർത്തതെന്ന് വെച്ചാൽ അപ്പച്ചൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, എഴുതി വെച്ചിട്ടില്ല, ഒരു രേഖയില്ല, എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. പിന്നീട് അവർ തീരുമാനിച്ചതല്ലേ നടത്തി നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ പിറ്റേന്നാണ് എനിക്കത് സമയം അടുക്കും തോറും ഞാൻ KJ ജേക്കപ്പങ്കലിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ചോദിച്ചു അങ്ങനെയാണ് ഒരു തീരുമാനം. ഞാൻ ചോദിച്ചു ആര് തീരുമാനിച്ചു? പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അവന് കൊടുക്കാൻ പറ്റില്ല, ജേക്കപ്പങ്ങളെ ചെയ്യരുത്, അപ്പച്ചനത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ജേക്കപ്പങ്ങളിലും ആരോഗ്യ പ്രശ്നത്തിലിരിക്കുന്ന കാരണം അദ്ദേഹത്തിന് കൂടുതൽ പ്രഷർ കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫോൺ കട്ട് ചെയ്ത. പക്ഷേ നേരത്തോട് അടുക്കും തോറും എൻ്റെ അപ്പനാണ് ആ കിടക്കുന്നത്. എനിക്കത് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിനെ രാത്രി വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ തന്നെ അപ്പച്ചൻ മരിക്കുന്നത് വെള്ളിയാഴ്ച 21-ാം തീയതി 23-നാണ് അടക്കം ബോഡി കൊടുക്കുന്നതെന്ന് വാർത്തയിൽ കണ്ടതാണ്. 22-ാം തീയതി ശനിയാഴ്ച ഞാൻ വിജയരാഘവനെയാണ് ആദ്യം വിളിച്ചത്. അന്നത്തെ ഇല്ല, കൺവീനർ അല്ലേ, PB മെമ്പർ. അപ്പൊ 2024 അല്ലല്ല, 2024 കൺവീനർ അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വെറുതെ വിവാദമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. സൗമ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. വിചാരം എപ്പോഴും സൗമ്യവും ചിരി മാത്രമല്ലേ ഉള്ളൂ. ഗൗരവം പറഞ്ഞാലും എന്ന് പറഞ്ഞ് ചിരിക്കും. അദ്ദേഹത്തിൻ്റെ രീതി അതാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വിവാദമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞൊരു വിവാദത്തിന് ഞാനില്ല. ഇന്ന് ഞായറാഴ്ച, അപ്പച്ചൻ മരിക്കുന്നത് ശനിയാഴ്ച കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കോടതി അവധിയാണ്, എനിക്ക് വിവാദമൊന്നുമില്ല, ഞാൻ കോടതിനെ അപ്രോച്ച് ചെയ്യും, നാളെ കോടതി തുറക്കട്ടെ, ഞാൻ കോടതി പോകുമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു പ്രവർത്തകനോടല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട്, അതും PB മെമ്പറോട് അല്ലേ. അപ്പോൾ അവരത് കാര്യഗൗരവത്തോടെ എടുക്കണമായിരുന്നു. കോടതിയിൽ ഞാൻ പോകുന്നു, അല്ലെങ്കിൽ പോയാൽ അതൊരു വിവാദവും കോൺട്രവേഴ്സിയിലോട്ടാകും, ജനങ്ങൾ അറിയും എന്നുള്ളതല്ലെങ്കിലും അതവിടെ നിർത്തേണ്ടതായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. പിന്നെ ഞാൻ MV ജയരാജനെ വിളിക്കാറുണ്ട്, K. രാധാകൃഷ്ണനെ വിളിക്കാറുണ്ട്. ഈ 3 പേരെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യണത്. കോണ്ടാക്ട് ചെയ്തത് മുഴുവൻ അപ്പച്ചൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പച്ചന് കുറേ നാളായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ പ്രായമായ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു കരുതലൊന്നും ഇല്ലാണ്ട് വന്നു നിർഭാഗ്യവശാൽ. അപ്പോൾ അത് നിരന്തരം ഞാൻ പാർട്ടിയെ അറിയിച്ചിരുന്നു. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും, ഇത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ, മക്കളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപ്പച്ചൻ്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ മക്കൾക്ക് കുറച്ച് നാളായിട്ടൊരു യോജിപ്പില്ല. അമ്മ മരിച്ചുപോയി, ഒരു മകൾ ദുബായിൽ, ഒരു മകൻ മരിച്ചുപോയി. അപ്പോൾ പിന്നെ ഞാൻ ഡൽഹിയിൽ ഇവിടെയായിട്ട് മാറി മാറി നിൽക്കുന്നു. അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ നിരന്തരം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ എം വി ജയരാജനെയും വിളിച്ചപ്പോൾ എം വി ജയരാജൻ എന്നോട് പറഞ്ഞു, സജി വിളിച്ചിരുന്നു, സജി എന്ന് പറയും ബ്രദറാണ്, മൂത്ത ബ്രദർ സജി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു ജയരാജേട്ടൻ വരില്ലേ? ഇല്ല ഞാൻ വരില്ല. എനിക്കത് വലിയൊരു ഷോക്കായിരുന്നു. വെച്ചാൽ അപ്പച്ചനെ ഒരു നോക്ക് കാണാൻ അവർക്കൊന്നും വരാൻ പറ്റാത്ത വിധത്തിൽ അവർ തിരക്കില്ലെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അപ്പോൾ പറഞ്ഞു, നാളെ അഴീക്കോടെൻ്റെ ചരമവാർഷികമാണ്, അത് നേരത്തെ തീരുമാനിച്ചതാണ്, ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിൽ ആണ്, ഞാൻ അതിൻ്റെ ഇത് തുടക്കത്തിന് എണീറ്റപ്പോഴാണ് ഈ ഫോൺ കോൾ വന്നത്, അക്ഷയുടെ ഫോൺ കോൾ ഉണ്ട്, ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ച് വിളിച്ചതുമില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല. തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കാറുമുണ്ട്. ഇനി അഥവാ വിളിച്ചില്ലെങ്കിൽ ഇത്രയും ഉയർന്ന ആൾക്കാരാകുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് തിരിച്ച് വിളിക്കാമെന്ന്. പക്ഷേ എൻ്റെ അപ്പനെ കാണാൻ വരില്ല, അല്ലെങ്കിൽ സഖാവ് ലോറൻസിനെ കാണാൻ വരില്ല എന്ന് ഉറച്ചു പറഞ്ഞ ഒരാളെ എനിക്ക് വിളിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വിളിച്ചില്ല. കെ രാധാകൃഷ്ണനെ ഞാൻ വിളിച്ചില്ലായിരുന്നു. പിന്നെയാണ് അതിനുശേഷം ഞായറാഴ്ച വൈകുന്നേരമാണ് ഞാൻ കോടതി പോകുന്ന ഇവരെയാണ് അത് അറിയിക്കണത്. കൃഷ്ണരാജ് സാറിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി കോടതി പോകണം, കേസ് എടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരോട് പറഞ്ഞു, അതെങ്കിലും കേട്ടിട്ട് ഇവരിത് പിൻവാങ്ങട്ടെ എന്ന് കരുതിയിട്ട്. വൈകിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞതും പിന്നെ ഈ കേസും എല്ലാം നടക്കുന്നത്. കേസ് ഇതായി അപ്പോഴേക്കും അപ്പച്ചനെ ടൗൺ ഹാളിലേക്ക് മാറ്റിയിരുന്നു. കോടതിയിൽ പോയി ടൗൺ ഹാളിൽ വന്ന് കണ്ടപ്പോൾ സാറ് പറഞ്ഞു കോടതി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കോടതിയിൽ ഇത് കേട്ടപ്പം എന്തായാലും സേഫായിട്ട് അവിടെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെക്കാനും അതുവരെ അങ്ങനെയാണല്ലോ ഉത്തരവ് കിട്ടിയത്. അങ്ങനെയാണ്. ആ ഉത്തരവുമായിട്ട് ഞാൻ വരുവാണ് അപ്പച്ചനൊന്നൊരു അന്ത്യചുംബനം കൊടുക്കാനും. എന്നുവെച്ചാൽ പിന്നെ മോർച്ചറി വെച്ച ആളെ തിരിച്ച് കിട്ടിയാലും പിന്നെ അത് കോഫിനൊന്നും നമുക്ക് തുറക്കാൻ പറ്റില്ല, വൺസ് ഫ്രീസ്ഡ് ആയതല്ലേ. അപ്പോൾ അത് എനിക്ക് സാധിക്കില്ല. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പറഞ്ഞ് വരുന്നത് എൻ്റെ അപ്പച്ചനെ സേഫായിട്ട് യാത്രയേക്കാൻ തന്നെയായിരുന്നു. അവിടെ ഒരു യുദ്ധത്തിന് ഞാൻ വന്നില്ല. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മകൻ മാത്രമാണ്. അല്ലാണ്ട് ഞാൻ ഗുണ്ടകളെ, ഇവരെ ഈ പാർട്ടിക്കാരെ പോലെ ഗുണ്ടകളെയും കൊണ്ടല്ല ഞാൻ നടക്കുന്നത്. രക്ഷാപ്രവർത്തകരും പൂച്ചട്ടിയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ അപ്പം മരിച്ച സ്ഥലത്തോട്ടാണ് ഞാൻ ചെല്ലണം. എൻ്റെ കയ്യിൽ എൻ്റെ മകൻ മാത്രമാണ് ഉണ്ടായത്. ഈ ഞാൻ അപ്പച്ചനെ അവരതൊന്ന് ഗ്ലാസ് ഇതൊന്ന് തുറന്ന് തരണില്ല, ഒരു ആൾക്കും ഒന്ന് ചുംബിക്കാൻ വേണ്ടിയിട്ട് അവരനങ്ങാത്ത മട്ട്. അവർക്കതൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഞാൻ അപ്പച്ചനെ കെട്ടിപ്പിടിക്കാൻ, ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് ഇതാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഈ സഖാത്തികൾ വന്നിട്ട്, ആ വീഡിയോ എടുത്ത് നോക്കിയാൽ സുമേഷിനെ കാണാൻ പറ്റും, അടിവെച്ച് വന്ന് പിന്നെ അങ്ങോട്ട് ചുറ്റും നിന്നിട്ടൊരു ലാൽ സലാം വിളി തുടങ്ങിയത്. അതായത് താങ്കൾ ചെന്നതിന് ശേഷമാണ് ഈ സഖാത്തികൾ അവിടെ വന്നതെന്നാണ് പറയുന്നത്? അതെ, ഞാൻ ചെന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് അപ്പച്ചന് ശ്രീമതി ആശ ചെന്ന് കഴിഞ്ഞാൽ പ്രതിരോധിക്കാനായി ഉള്ള സംവിധാനമൊക്കെ പാർട്ടിയോട് തയ്യാറാക്കി ആക്കിയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ KG സഖാവ് മരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ദേശാഭിമാനിയിൽ എവിടെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. EMS സഖാവും ഞാൻ റോഡിൽ കൂടിയൊക്കെ പ്രദർശിപ്പിച്ചല്ലേ ഇവർ കൊണ്ടുപോകുന്നത്. എവിടെയും സഖാത്തികൾ അങ്ങനെ വന്ന് ഈ ലാൽ സലാം വിളിക്കണം ഞാൻ കണ്ടിട്ടില്ല. ബാലാന സഖാവ്, പിന്നെ പാർട്ടി സെക്രട്ടറി, ഓഫീസ് സെക്രട്ടറി എന്ന ഷൺമുനങ്ങളുടെ വീട്ടിൽ, അദ്ദേഹം പാർട്ടി ഓഫീസ് സെക്രട്ടറി ആണെങ്കിലും പാർട്ടി സഖാവായിരുന്നു. അവിടെ നിന്നും വന്ന് ഒരു സഖാത്തികളും ലാൽ സലാം വിളിച്ചിട്ടില്ല. ബാലാൻ സഖാവ് ഉറച്ചൊരു തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹത്തിന് അവസാനം കാണാൻ ഇതേ മിലൻ, എൻ്റെ ഈ മകൻ അന്ന് ചെറിയ കുട്ടിയാണ്, അവനെയും കുട്ടി കളമശ്ശേരി ടൗൺ ഹാളിൽ ചെന്നതും അവിടെ സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാരൊക്കെ അകന്നാണ് ഇരിക്കുന്നത്, ദൂരെ. സഖാവിൻ്റെ മക്കളുടെ അടുത്താണ് ഞാൻ പോയി ഇരുന്നത്. തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ മുതിർന്ന നേതാക്കന്മാരും. സഖാത്തികൾ വന്നിട്ട് ഈ മുഷ്ടി ചുരുട്ടി ലാൽ സലാം വിളിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സുമേഷ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മുതിർന്ന നേതാക്കന്മാരൊരു മുഷ്ടി ചുരുട്ടി ഒന്ന് അത് വിളിക്കാറും ഇല്ല, ജസ്റ്റ് ഒന്ന് പറയും. പിന്നെ കൊണ്ടുപോകുമ്പോൾ ഇല്ല മരിച്ചിട്ടില്ല എന്നുള്ള ഈ സ്ലോഗനൊക്കെ ചൊല്ലി കേട്ടിട്ടുണ്ട്. അവിടെ സഖാത്തികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പ്രായത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് വിളിച്ചു. അതിൽ ഒരു ടെസി ജോസഫ് കത്രക്കടവ് കൗൺസിലറായിരുന്നു. അവർ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, കോൺഗ്രസ് നേതാവാണ്, അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് സിസ്റ്ററാണ്. അവരെന്റെ കണ്ണിൽ നോക്കി വിളിക്കടി എന്ന് പറയുന്നത്. എൻ്റെ അപ്പന്റെ തലക്കലിൽ നിന്നിട്ട് ഞാൻ അവരെ ഒന്ന് നോക്കി, ഒരു ദയനീയമായിട്ടാണ് ഞാൻ നോക്കിയത്. എന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാം. അവർ ആ വാർഡിലെ കൗൺസിലറായിരുന്നു. അവരൊരു സ്ത്രീയല്ലേ, അവർ വലിയ പള്ളി വിശ്വാസിയൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. അവരുടെ കണ്ണിലോട്ട് ഞാൻ നോക്കിയപ്പം അവർ വിളിക്കടി എന്നിങ്ങനെ കണ്ണുകൊണ്ട് വൃത്തിയായിട്ട ജസ്റ്ററിലാണ് ഈ ടെസി ജോസഫ് കാണിച്ചത്, മുദ്രാവാക്യം വിളിച്ച്. പിന്നെ ഞങ്ങളിലൂടെ ജീവിക്കുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ല, ഇത് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയുടെ കൂടെ പോകുന്നു. അല്ലാണ്ട് ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല. പിന്നെ നിർത്താണ്ടായപ്പോഴാണ് ഞാൻ CPM മുർദാബാദ് എന്ന് ഞാൻ അവിടെ നിന്ന് വിളിച്ചത് 3 പ്രാവശ്യം. അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം ഇവർ ചുറ്റ് വളഞ്ഞ് വന്ന് പുറകിൽ നിന്ന്, അപ്പോൾ
എൻ്റെ തൊട്ടിപ്പുറത്തും എൻ്റെ മകൻ നിൽക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ മകൻ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഒട്ടും കംഫർട്ടബിൾ അല്ലാണ്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ആരോ ഉപദ്രവിക്കുന്നതായിട്ട് തോന്നി. എൻ്റെ ഇവിടെ ഇട്ട് കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ കാണിച്ചു. പെട്ടെന്ന് എൻ്റെ മകനെ ഞാൻ സംരക്ഷിക്കണം അങ്ങനെ പിടിച്ചു വാങ്ങിയപ്പോഴാണ് ഒരു കണ്ണട വെച്ചൊരു സഖാത്തി, എല്ലാവരും ചുമന്ന ബ്ലൗസിലൊക്കെയാണല്ലോ വരുന്നത്, അവര് പെട്ടെന്ന് നിന്ന് എൻ്റെ കാലിലും ചവിട്ടി ഇവിടേക്ക് ഇട്ട് നല്ല കുത്തലും തന്നു. ഇതെല്ലാം സഹിച്ചാണ് ഞാൻ അവരെ ഇങ്ങനെ പ്രതിരോധിക്കുന്നുണ്ട്. തള്ളി തള്ളി ഞാൻ മാറ്റുന്നുണ്ട്. ബോധമില്ലാണ്ടൊന്നും കാണിച്ചൊന്നുമില്ല. അന്ന് നടന്നതെല്ലാം വ്യക്തമായിട്ട് എനിക്ക് തന്നെ ബോധമുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് സുജയുടെ ഹസ്ബൻഡ്, മകൻ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്. സുജ എന്ന് പറയുമ്പോൾ മൂത്ത സിസ്റ്റർ. ഞാൻ ഇളയതാണ്, 4 മക്കള് ഞാൻ ഇളയതാണ്. അബി നേരെ മൂത്തത്. അബി 3 വർഷം മുന്നേ മരിച്ചു. പിന്നെ ഇനി ഞങ്ങൾ 3 പേരാണ് MN ബ്ലോൺസിന്റെ മക്കൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ സുജ എല്ലാരും വന്ന് അവിടെ നടന്നതൊക്കെ കണ്ടല്ലോ. അതൊക്കെ അവരും പിന്നെ സുജ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവരെയൊക്കെ മനഃപൂർവ്വം, സുജ അനിൽ നമ്പ്യാരുടെ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്, മനഃപൂർവ്വം ഇവരെ ഇങ്ങോട്ട് ആക്കിയെടുത്തതാ. പിന്നീട് ഞങ്ങളെ തമ്മിൽ എന്നുവെച്ചാൽ മക്കൾ തമ്മിലുള്ള പിടിവലിയാക്കണം എന്ന ഒരു പ്രത്യേക അജണ്ടയിൽ അവരെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ സജിയുടെയോ അബിയുടെയോ ഭാര്യമാരോ മക്കളോ ആരും ഇല്ല, വേറെ ബന്ധുക്കളും ഇല്ല. സുജയും ഞാനും ഫാമിലിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ മാതിരി ആക്കിയെടുത്തു. അവര് പെട്ടുപോയതാ സത്യം പറഞ്ഞ. ഇങ്ങനെ പെട്ടുപോയതാണെന്ന് വെച്ചാൽ ക്യാമറയുടെ മുമ്പിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു പിടിവലി പോലെ ആക്കി തന്നു. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ഒരു ബന്ധുക്കൾ അങ്ങനെയായിരുന്നല്ലോ ആക്കി. അല്ലെ സഖാവായ സജി അവിടെ ഇല്ല. ആ ബ്രദർക്ക് വന്നിട്ട് എന്നെ പിടിച്ചു മാറ്റാമല്ലോ. ഈ സഖാത്തികളും സഖാളും എല്ലാരും കൂടി ഞാൻ അവിടെ ഒന്ന് വീണ് പോയപ്പോ എന്റെ കാലിൽ ചവിട്ടി. പിറ്റേ ദിവസം കാലിലൊക്കെ സ്വെല്ലിംഗ് ആയിരുന്നു എനിക്ക്. ഈ സഖാത്തികളിൽ നിന്ന് ചവിട്ടി പിടിച്ചു. ഞാൻ എണീക്കരുതല്ലോ. എണീറ്റ് വന്ന് ക്യാമറയുടെ മുമ്പിൽ വല്ലതും പറയാണ്ടിരിക്കാൻ കുറച്ച് നേരം പെട്ടെന്ന് സഖാക്കൾ എല്ലാവരും കൂടി വന്ന് ക്യാമറേനെ ആൾക്കാരെ വഴക്ക് പറഞ്ഞ് ആരൊക്കെയോ ഷൂട്ട് ചെയ്ത് എടുത്തിരുന്നു ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. അതെല്ലാം എല്ലാവരും ടെലികാസ്റ്റ് ചെയ്തെങ്കിലും കൂടുതൽ അത് കാണിക്കാണ്ടിരിക്കാൻ പെട്ടെന്ന് അവരവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് പെട്ടെന്ന് അപ്പച്ചനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ കസേരവലിയും ബഹളമായി, നേതാക്കന്മാരുടെ അനുശോചനവും അങ്ങോട്ട് തുടങ്ങി. ഇതും കഴിഞ്ഞ് എന്താ നടന്നതെന്ന് അപ്പോഴേക്കും വീണ് കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും എനിക്കും അറിയില്ല. ഓർമ്മക്കുറവൊന്നുമല്ല, എന്നാ നടക്കണമെന്ന് നമ്മൾ അറിയില്ല. ഒരു ഇതിൽ ഞാൻ അങ്ങ് രാത്രി 12 മണിക്കാണ് ഞാൻ കാണുന്നത് എൻ്റെ മകനെ അടിക്കുന്നതും എല്ലാം കാണുന്നത്. അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പിറ്റേന്ന് അന്ന് വൈകുന്നേരം ചാനൽ മുഴുവൻ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ബൈറ്റ് തരണം. സുമേഷ് ഒരു മാധ്യമപ്രവർത്തനമായിട്ട് അറിയണം. സ്വന്തം അപ്പം മരിച്ച ഒരു മകളോട് ഈ യുദ്ധം കഴിഞ്ഞിട്ട് വരണം, ആശയ്ക്ക് സംസാരിക്കാനുള്ളത് പറയണം കേട്ടോന്നല്ല പറയണേ, ഞങ്ങൾക്കാദ്യം ബൈറ്റ് തരണമെന്ന് ഒരു അപ്പം മരിച്ച മകളോട് പറയുവാണ്. അപ്പൊ ആദ്യം പോകണ്ടെന്നാണ് മിലൻ എന്നോട് പറഞ്ഞത്. പക്ഷെ പിന്നെ നോക്കുമ്പം സജി എല്ലാം എന്നെ അപമാനിച്ചുകൊണ്ട് പറയുവാണ്. എന്നാൽ എൻ്റെ വോയിസ് പറയാൻ ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല, എനിക്കൊരു പാർട്ടിയുമായിട്ട് ബന്ധമില്ല, വേറെ ആരും ഇല്ല എനിക്ക് വേണ്ടി പറയണമെങ്കിൽ ഞാൻ അനുഭവിച്ചതോ ഈ നടന്ന കാര്യം എൻ്റെ വോയിസ് ജനങ്ങളെങ്കിലും അറിയണം, ഞാൻ തന്നെ വന്ന് പറയണം. അത് കാരണം പോയതാണ്. ആദ്യം പോയത് ആഷ്മി, അതിൻ്റെ ഇടയിൽ ഏഷ്യാനെറ്റിൽ എല്ലാവരും മാറി വിളിക്കും, ഞങ്ങൾക്ക് ആദ്യം തരണേ എന്നും പറഞ്ഞിട്ട്. ആഷ്മിയുടെ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് സ്റ്റുഡിയോയിൽ ഇതുപോലെ ഇരുന്നപ്പം ആഷ്മിയുടെ ഒരു പ്രീ പ്ലാൻഡ് ഇരുത്തലായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അനാവശ്യ ചോദ്യമൊന്നും ഉണ്ടാവരുത്, പിന്നെ ചേച്ചിക്ക് പറയാവുന്നത് മുഴുവൻ പറയാം എന്നൊക്കെ പറഞ്ഞു ഗനഗംഭീര സൗണ്ടിൽ. അയാൾ പറഞ്ഞത് ഭയങ്കര മോശമായി പോയില്ല, അനൗചിത്യമായി പോയില്ലെന്നാ. അങ്ങനത്തെ ഒരു വലിയ വാക്കുകളല്ലേ അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ. നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ നല്ല മിടുക്കനാണല്ലോ. ആയില്ലേന്ന് ഞാൻ മുർദാബാദ് വിളിച്ചത്, ആഷ്മിനെ വേദനിപ്പിച്ചത് മുർദാബാദ് വിളിച്ചതാ. അല്ലാണ്ട് നിങ്ങൾ അടിച്ചിട്ട് നിങ്ങൾക്ക് വേദനയുണ്ടോ, ശരീരത്തിന് വേദനയുണ്ടോ, വിഷമമായി പോയോ ഒന്നുമല്ല ചോദിക്കുന്നത്. CPM മുർദാബാദ് എന്ന് വിളിക്കാൻ എനിക്കത് റൈറ്റ് ഇല്ലേ? CPM മുർദാബാദ് എന്ന് വിളിക്കാൻ. എൻ്റെ അപ്പനെ ചതിച്ച് അനാട്ടമി ടേബിളിൽ എത്തിക്കണോ, എന്നെ ഉപദ്രവിക്കണോ, എൻ്റെ മകനെ ഉപദ്രവിക്കണോ? അപ്പൻ എപ്പോഴെങ്കിലും തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനായി പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കോടതിയിൽ പോകുമോ? ഞാൻ ഇവിടുത്തെ ഒരു സിറ്റിസൺ അല്ലേ. അത്യാവശ്യം തന്നെ അപ്പൻ എന്തെങ്കിലും രേഖാമൂലം, അദ്ദേഹം അറിവുള്ള ഒരാളാണ്, പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അദ്ദേഹം തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് അദ്ദേഹം രേഖാമൂലം എഴുതി തയ്യാറാക്കി വെക്കുമായിരുന്നില്ലേ? ഉറപ്പായിട്ടും ചെയ്യേണ്ടതായിരുന്നു. 2-3 കാര്യം അതിലുണ്ട്. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ ആയിരുന്നപ്പോൾ പോലും അപ്പച്ചൻ പാരിഷ് മെമ്പറായിരുന്നു. അപ്പച്ചൻ ഒരിക്കലും അത് വേണ്ടാന്ന് വെച്ചിട്ടില്ല. പിന്നീട് അപ്പച്ചൻ്റെ അപ്പനെയും അമ്മയും അടക്കിയത് പാർട്ടിയിലാണ്. അതൊക്കെ അപ്പച്ചൻ്റെ
പ്രസൻസിലാണ് നടന്നിരിക്കുന്നത്, അല്ലാണ്ട് പള്ളിയിൽ അടക്കണോ ഞാൻ വരില്ല എന്നൊന്നും അപ്പച്ചൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം പിന്നെ അപ്പച്ചൻ്റെ മകന്, അപ്പച്ചൻ്റെ ഭാര്യയെ ഒക്കെ അടക്കുമ്പോഴും എന്നെ എതിർവേണ്ടെന്ന് എപ്പോഴെങ്കിലും പറയാമല്ലോ. അപ്പച്ചൻ അങ്ങനെ ബോധം കെട്ട് കിടന്നിട്ട് പോയ ആളൊന്നുമല്ല. 2019 അപ്പച്ചൻ്റെ നവതി ആഘോഷിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഉദ്ഘാടകൻ, കൊച്ചിയിൽ ടൗൺ ഹാളിൽ വെച്ചിട്ട്, ഈ അടി നടന്ന ടൗൺ ഹാളിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് ആണെങ്കിലും അന്ന് അപ്പച്ചൻ തൃപ്പൂണിത്തറ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ വന്നിത് പങ്കെടുത്ത് നേരെ ട്രീറ്റ്മെൻറ്റിലോട്ട് തന്നെയാണ് തിരിച്ചു പോയത്. അവിടെ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം തീരുമാനിക്കുമ്പം MM ലോറൻസ് അല്ല, പിണറായി വിജയനായാലും സീനിയേഴ്സ് ആയിട്ടുള്ള ഇത്രയും സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ ഇതുപോലൊരു മരണാനന്തര ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പബ്ലിക് മീറ്റിങ്ങിൽ അതങ്ങനെ ഡിക്ലെയർ ചെയ്യും. അത് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു, ഞാൻ മരിച്ചാൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ പറഞ്ഞു വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാലം മാറിയിട്ടുണ്ട്. പിന്നെ ഇത് അപ്പച്ചൻ ചെയ്തിട്ടില്ല. പിന്നെ അപ്പച്ചൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു. കുറേ നാളത് പ്രസിദ്ധീകരിക്കാണ്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുമെന്നോ. അന്നത്തെ ജില്ലാ തമ്പ്രാൻ എന്നല്ലാണ്ട് ഞാൻ എന്താ വിളിക്കുക ഇവരെ, CN മോഹനൻ പറഞ്ഞു, അപ്പച്ചൻ MM ലോറൻസിനോട് പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്യണമെന്നോ തിരുത്തണം എന്നൊക്കെ പറഞ്ഞു. ചില കാര്യങ്ങൾ പാർട്ടിനെ പൊള്ളിക്കണത് അതിലുണ്ടായിരുന്നു. അപ്പോൾ നീ ആരാടാ ഇത് എൻ്റെ അടുത്ത് തിരുത്താൻ പറയാമെന്ന് ചോദിച്ചത് അപ്പച്ചൻ തന്നെ പറഞ്ഞത് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഇത് സജീവന്റെ കസ്റ്റഡിയിലായിരുന്നു ആത്മകഥ. പിന്നെ ഇത് നീട്ടി കൊണ്ടുപോയിട്ട് അപ്പച്ചൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കണമെന്നുള്ളത്. പക്ഷെ അത് നീട്ടി അപ്പച്ചൻ 21 ബെഡ് റിഡൺ ആണത്. പിന്നീട് അത് നീട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ഞാൻ കൃഷ്ണരാജ് സാറിന് ആദ്യമായിട്ട് ഈ കേസിൻ്റെ ഇതൊന്ന് പ്രസിദ്ധീകരിച്ച് കൊടുക്കണം, അപ്പച്ചൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ എന്നും പറഞ്ഞു ചെന്നത്. അപ്പോൾ കൃഷ്ണരാജ് സാറ് അബിയുടെ ക്ലാസ്മേറ്റും ആയിരുന്നു തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ. സജിയൊക്കെ അറിയുന്നല്ലേ. അപ്പം അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ജെന്യൂനായിട്ടുള്ളൊരു കാര്യമല്ലേ, ഒരു മരിക്കാറായി കിടക്കുന്നൊരു അച്ഛന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. എന്നാൽ അവരുമായിട്ടുള്ള ഒരു ടഗോബാറിൽ എനിക്ക് എന്തെങ്കിലും ജയം കിട്ടാൻ വേണ്ടിയിട്ടില്ല, ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടാണ് ആ കേസ് നടത്തിയത്. അവിടെയും അവർ തട്ടിക്കൂട്ടി അത് പ്രസിദ്ധീകരിച്ചു. ആ കേസ് അവിടെ നിന്നു. പിന്നീടാണ് അപ്പച്ചൻ മരിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ പിന്നീട് അവർ പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അതിൽ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്തൊക്കെ എഴുതിയിരുന്നു, ഞാനും മകനും കൂടി മുദ്രാവാക്യം വിളിച്ച് കടന്നു വന്നു. അന്ന് മെല്ലനും ഞാനും പറഞ്ഞു അത് തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടി എടുക്കുന്നു, ഞങ്ങൾ എവിടെയെങ്കിലും മുദ്രാവാക്യം വിളിച്ചൊരു അപ്പനെ കാണാൻ ആരെങ്കിലും വരുമോ. ഇനി ഇടയ്ക്ക് ചേച്ചി പറഞ്ഞൊരു കാര്യത്തിലേക്ക്, അതായത് MM ലോറൻസിൻ്റെ മക്കൾ തമ്മിൽ ഒരു സ്പർദ്ധയുണ്ടായി എന്നുള്ളൊരു, അതായത് ഒരു സ്വരച്ചേർച്ചയിലല്ലായിരുന്നു എന്ന് ആദ്യം സൂചിപ്പിച്ചിരുന്നു. എന്ന് മുതലാണ് ഈ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ടായത്? സ്വരച്ചേർച്ച ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. തമാശയും കളിയും ചിരിയും എല്ലാം ഉണ്ടായിരുന്ന വീടായിരുന്നു. ഞാൻ ഈയിടെയായിട്ട് ഇപ്പോൾ ഫാമിലി ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അതിലെ മുഖങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഒരു ബോധമുള്ളവർക്ക് ഞങ്ങളെങ്ങനെ വളർന്നതാണ്. അവർ ആകുലതയൊന്നും ഇല്ലാണ്ട് സന്തോഷത്തോട് തന്നെ നിൽക്കുന്ന അപ്പനും അമ്മയും മക്കളുമായിരുന്നു. അപ്പച്ചനും അമ്മയും തമ്മിൽ ഭാര്യയും ഭർത്താവുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ ഭയങ്കര സമ്പന്നതയുള്ളവർ പോലും പറയും നിങ്ങളുടെ വീട്ടിലെപ്പോഴും സന്തോഷവും കളിയും ചിരിയും ആണല്ലോ, ബ്രദേഴ്സൊക്കെ ഫ്രണ്ട്സിനെ പോലെയാണല്ലോ, ഒരേ കളറിലെ പാൻറ്റും ഒരേ കളറിലെ ഷർട്ടും ഇട്ടുകൊണ്ട് അപ്പച്ചൻ മേടിച്ചു കൊടുത്തതൊക്കെ ഇട്ട് ഇവർ ഒരേ സ്കൂട്ടറിൽ കയറി യാത്ര പോണതൊക്കെ മറ്റുള്ളവരൊക്കെ എത്തി നോക്കുന്നതും എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കല്യാണം കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരില്ലേ സുമേഷ്? നമ്മുടെ 5 പേരിലും ഒരേപോലെ അല്ലല്ലോ ഈ ശരീരത്തിലുള്ളത്. 4 പേരും കൂട്ടുകാരെ പോലെ ആകാൻ വേണ്ടിയാണ് അപ്പച്ചൻ ചേട്ടാ ചേച്ചി എന്നൊന്നും വിളിപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ രണ്ട് ജീനിൽ നിന്ന് ജനിച്ച ആൾക്കാർക്ക് വേറെ വേറെ ആറ്റിറ്റ്യൂഡ്സും വേറെ സറൗണ്ടിങ്സും ഫ്രണ്ട്സിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങ് മാറുവാണ്. സുജാത കല്യാണം കഴിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ ദുബായിലോട്ട് പോയി. വല്ലപ്പോഴും വന്ന് 1 മാസം നിൽക്കുന്നു. പിന്നെ എൻ്റെ കല്യാണം പ്രസവം വേറെ ജില്ലയിൽ തന്നെ. പിന്നെ എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. മാരേജ് ലൈഫ് ഈസിയൊന്നും അല്ലല്ലോ. ഈസിയാണെന്ന് എത്ര പേര് പറഞ്ഞാലും അതിൽ ബാലൻസ് ചെയ്ത് പോകാവുന്നവരാണ് അത് കണ്ടിന്യൂ ചെയ്തു പോണത്. എൻ്റെയൊക്കെ തലകുത്തി നിന്ന് പോയതാണ്. അപ്പോൾ അതിപ്പോൾ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് സജീവൻ്റെ കല്യാണം, വേറെ ഇൻഡിവിജ്വൽ നമ്മുടെ വീട്ടിലോട്ട് വരുവാണ്. പ്രശ്നങ്ങൾ ഒരു വഴക്കും അന്ന് സ്വത്ത് തർക്കമോ വേറെ ഒരു വഴക്കോ ഒന്നും ഇല്ല. ശാന്തമായിട്ട് പോകുമ്പം അബിയുടെ കല്യാണം കഴിഞ്ഞു. അബിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് കുറച്ച് ടോട്ടലി ഒരു ചേഞ്ച് അവിടെ വന്നു തുടങ്ങി. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പണ്ടത്തെ ആ ഒരു ഫ്രീഡം ഒന്നും അമ്മയ്ക്കും ഇല്ലാണ്ട് വന്നു. അത് ഇനിയിപ്പോൾ അവരെയൊന്നും അതൊന്നും വലിച്ചഴക്കേണ്ട കാര്യമില്ല, അത് നടന്നു. പക്ഷേ കുറച്ച് രൂക്ഷമായിട്ടുള്ള വഴക്ക് വന്നത് അമ്മയുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു കേസുമായിട്ട് ഹൈക്കോടതി പോകേണ്ടി വന്നു.
അതൊക്കെ എല്ലാവർക്കും അറിയുന്ന പറഞ്ഞ് ഞാൻ അതിലോട്ട് പറഞ്ഞ് പോകണ്ട. അപ്പോൾ ഞാൻ വീണ്ടും ഒറ്റപ്പെടുമായിരുന്നു. വീണ്ടും അല്ല, ഒരു ഒറ്റപ്പെടൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും പറഞ്ഞു അപ്പച്ചനെ ഇൻസൾട്ട് ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞു. സജീവിൻ്റെ ഒരു സീനിയർ, ഒരു ബാലകൃഷ്ണ അയ്യരായിരുന്നു സജിക്ക് വേണ്ടി ഹാജരാകിയിരുന്നത്. എതിർകക്ഷികളുടെ വക്കീലിൻ്റെ മുമ്പിലൊന്നും ആരും പോവില്ല. പക്ഷെ ഞാനൊരു കൊള്ള മഴയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട് തപ്പിപ്പിടിച്ച് അവിടെ പോയിട്ട് പറഞ്ഞു, ഈ കേസിൽ നിന്ന് മാറണം, സജീവിനെ മാറ്റിക്കണം. അമ്മ ആണ് ആ കുടുംബം കൊണ്ടുനടന്നത്. എം ലോറൻസിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉള്ളെങ്കിലും ആ കുടുംബം കൊണ്ടുനടന്നത് മുഴുവൻ അമ്മയാണ്. അമ്മ ഇങ്ങനെ ചെയ്യണം ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഉള്ളത്, നിങ്ങൾ ഭയങ്കര തെറ്റാണ് നിങ്ങളുടെ അച്ഛനോട് ചെയ്യണത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പറഞ്ഞതൊന്നും കൂടി പറയാൻ പറഞ്ഞു. അപ്പം മാതാപിതാ ഗുരു ദൈവം ആരാണ് ഫസ്റ്റ് എന്ന് ചോദിച്ചു. ഫസ്റ്റ് അമ്മയല്ലേ. മാതാവ് ചൂണ്ടിക്കാണിക്കണാണ് പിതാവ്. ഇവര് രണ്ടുപേരും കൂടി ചൂണ്ടിക്കാണിക്കുന്ന, നമ്മളെ ഏൽപ്പിക്കുന്ന ആളാണ് ഗുരു. ആ ഗുരു കാണിച്ചു തരണാണ് ദൈവം അക്ഷരത്തിൽ കൂടി അല്ലേ. ദൈവത്തിന് ഇന്ന ആളാണെന്ന് നമ്മളൊരു ഗുരുക്കളും കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പഠിച്ചു വരുന്ന അക്ഷരങ്ങളും എല്ലാം വെച്ചിട്ടാണ് അതിലോട്ടും നമ്മൾ എത്തുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകന് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ കളയുമോയെന്ന് ചോദിച്ചു. ഒന്നും പറയാണ്ട് മറുപടി പറയാനില്ലായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എന്ത് കുറവുണ്ടെങ്കിലും അമ്മയില്ലാത്തൊരു ലൈഫ് എനിക്ക് അന്നും എന്നും ആലോചിക്കാൻ പറ്റില്ല. അമ്മ മരിച്ചിട്ടിപ്പോൾ 12 വർഷം കഴിഞ്ഞിട്ട് അമ്മയെ ഓർത്ത കണ്ണ് നിറയാത്തൊരു സമയം എനിക്കില്ല. ഒന്നാമത് ഞങ്ങൾ തമ്മിൽ ക്ലോസ്, ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. എന്നുവെച്ചാൽ സുജ ഹൈസ്കൂളിൽ തൊട്ട് ഹോസ്റ്റലിലായിരുന്നു. ആൺമക്കൾ എന്ന് പറയണത് ഒരു ടീനേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്രണ്ട്ഷിപ്പും പുറം ലോകവും ഒക്കെ അല്ലേ. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ബോർഡിങ്ങിലൊന്നും നിൽക്കില്ല, റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നും പോയി നിൽക്കാറില്ല. അങ്ങനെ ഒരു ശീലം എനിക്കില്ല. അമ്മയുടെ അടുത്ത് തന്നെ നിന്ന് അമ്മയായിട്ട് ഞാൻ ക്ലോസ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ കുറേ സത്യങ്ങൾ നമുക്ക് അറിയുന്നതുകൊണ്ട് ഞാനത് എതിർക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ മൂത്ത ബ്രദറാണല്ലോ സജീവൻ, അദ്ദേഹം എങ്ങനെയാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞത്? കാരണം സഹോദരി പറയുന്നു അപ്പച്ചനെ പള്ളിയിൽ അടക്കണമെന്ന്. അദ്ദേഹത്തിനും എന്തായാലും വാസ്തവം അറിയാമായിരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്തത്? സജീവനായിട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ സംസാരിക്കാറില്ല. പിന്നെ സുജയാണ് പറഞ്ഞത്, അപ്പച്ചൻ മരിക്കുമ്പോൾ സുജ അവിടെ ഗാന്ധിനഗറിലെ സുജയുടെ വീട്ടിലും എവിടെയുണ്ട്, മെഡിക്കൽ ട്രസ്റ്റിൽ വെച്ചിട്ടാണ് അപ്പച്ചൻ്റെ മരണം നടക്കുന്നത്. സജി വിളിച്ചിട്ട് അപ്പച്ചൻ പോയി. അപ്പോൾ സുജ അങ്ങോട്ട് ചെല്ലാൻ പോയപ്പോൾ പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു. സുജൻ എന്തിനാണ് വരണ്ടാന്ന് പറയേണ്ടത്? മരിച്ചു കഴിഞ്ഞ ആളെയും ചെന്ന് കാണണ്ടേ, ഞാനിവിടെ സ്ഥലത്തില്ല, വരണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ പി രാജീവ് ഇത് ഡിക്ലെയർ ചെയ്യണത്. മക്കളോടൊക്കെ പാർട്ടിക്ക് വിളിച്ച് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? അപ്പച്ചൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടിക്കും അറിയാം. സജി ഇങ്ങോട്ട് മാറാൻ കാര്യം പിന്നീട് സുജ പറഞ്ഞതാണ്. ഇത് വീട്ടിൽ നേരത്തെ തീരുമാനിച്ചു. അപ്പച്ചൻ പോയപ്പോൾ തന്നെ ഇങ്ങനെ പാർട്ടിക്ക് കൊടുക്കുക, ഇല്ല അനാട്ടമിക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സജീവന്റെ ഭാര്യ പോലും പറഞ്ഞതായിട്ട് സുജ എന്നോട് പറഞ്ഞു. സജീവന്റെ അപ്പച്ചൻ ഇതൊന്നും പറഞ്ഞില്ല. അവരുടെ വീട്ടിലുമായിരുന്നു കുറേ നാൾ നിന്നിരുന്ന. സുജയും കൊണ്ടുപോയി നോക്കിയിട്ടുണ്ട്. അന്ത്യകൂതാശയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയും അതെല്ലാം മുൻകൈ എടുത്തത് സജീവിന്റെ വീട്ടിൽ വെച്ച് സജീവിന്റെ ഭാര്യയാണ്, മൂത്ത മരുമകള്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. സുജയും പറഞ്ഞപ്പോൾ പറഞ്ഞു സജീവൻ പറഞ്ഞത് കൊടുത്തില്ലെങ്കിൽ പാർട്ടി പ്രശ്നം ഉണ്ടാക്കും, ആരോപണങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഭയക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സജി പാർട്ടി മെമ്പറാണ്. ചുമതലയുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ചുമതല പാർട്ടി മെമ്പറാണ്, പാർട്ടി മീറ്റിങ്ങിന് പോകണം അറിയാം. പക്ഷെ പാർട്ടി നോമിനി ആയിട്ടാണ് അയാള് സീനിയർ ഗവൺമെന്റ് ലീഡറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാനം പാർട്ടിയോടുള്ളൊരു കടപ്പാടിന് ഒരു കാരണമായില്ലേ? കിറ്റ് കിട്ടി വോട്ട് കിട്ടുന്ന പോലെ ഒരു അടിമത്തം അല്ലേ? നമ്മൾ കിറ്റ് മേടിച്ചിട്ടില്ല, എനിക്ക് റേഷൻ കാർഡ് ഇല്ലാത്ത കാരണം കിറ്റും ഇല്ല, നമുക്ക് കിറ്റിന്റെ കടപ്പാടും ഇല്ല. മണി പറഞ്ഞ പോലെ മേടിച്ച് എന്തൊക്കെയോ വാക്കൊക്കെ പറയണ പോലെ നമുക്ക് അങ്ങനെ വോട്ട് കൊടുക്കേണ്ട ഒരു കടപ്പാടൊന്നും ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളായ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ വളർന്ന ആശ ലോറൻസ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധിയായത്? എന്ന് മുതലാണ്? 99% മാധ്യമങ്ങളും ഇടതുപക്ഷക്കാര മുൻ സഖാക്കളാണ് മനോരമയിൽ വരെ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. മനോരമയിൽ ഒരു സീനിയർ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ദേശാഭിമാനി നിങ്ങളുടെ പത്രവും ഒരേപോലെയാണല്ലോ, ഇതിലും ഭേദം ദേശാഭിമാനി വരുത്തി വായിച്ചാൽ പോരെ, മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ആഷിക്ക് അത് മനസ്സിലായല്ലേ എന്ന് പറഞ്ഞു. ആർക്ക് മനസ്സിലായില്ലല്ലോ, ആഷിക്കെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം. എം ലോറൻസിൻ്റെ കത്ത്, എൻ്റെ അപ്പൻ്റെ കത്ത് വായിക്കാൻ യോഗ്യതയില്ല അവിടെ ഇരിക്കുന്ന ആൾക്കെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസവും പാർട്ടിയും വെറുപ്പിച്ചത് SFIക്കാരാണ്.